ഈസ്റ്റർ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നല്ല ഉറക്കപ്പിച്ചാണ് ആൻഡ് ഈസ്റ്ററാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് അങ്ങനെ വലിയ ബിസി ഡേ ഒന്നുമല്ല, ഞങ്ങളുടേതായ കുക്കിംഗ്, ഞങ്ങളുടേതായ സമയം. വൈകിട്ടൊരു ഫാമിലി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെ പോകണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പോളണ്ടിൽ എൻ്റെ ഈസ്റ്റർ ഡേ എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഞാൻ ആദ്യം തന്നെ പോയി പല്ലേച്ച് മോൻ കഴുകി അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പല്ല് തേച്ചിട്ട് കുക്കിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യം ഞാൻ ഓൾറെഡി എണീറ്റത് 8 മണിക്കാണ്. 7:45 കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഫിഷ് മോലിയാണ്. അപ്പോൾ ഫിഷ് മോലി ആയതുകൊണ്ട് അപ്പം ഞാൻ ഇന്നലെ ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഫിഷ് മോലിക്കുള്ള പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചടപടേന്നാക്കട്ടെ, കാര്യം 10:30 കുർബാന ഉണ്ട്. അപ്പോൾ ഞാൻ ഫിഷ് മോലി ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം സെറ്റപ്പ് ആക്കാം. നമ്മുടെ ഫിഷ് മോളി റെഡി ആയി ഗൈസ്. ഗുഡ് മോർണിംഗ് ചേച്ചി. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഒട്ടും സമയമില്ല, എനിക്ക് പള്ളിയിൽ പോലെ സമയം. ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നല്ലോണം ലേറ്റായി. അപ്പം എന്തെങ്കിലും ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അപ്പച്ചട്ടിയില്ല, അപ്പം നമ്മൾ പരത്തണ ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. സാൽമണിലാണ് ഈ പ്രാവശ്യം ഫിഷ് മോലി ഉണ്ടാക്കിയേക്കണം. ഇവിടെ അതൊക്കെ കിട്ടുള്ളൂ. ആൻഡ് കാപ്പി. അവിടെ ലേറ്റായി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ചാടിയാണ് ഡ്രസ്സ് മാറി ഇറങ്ങിയത്. ലേറ്റ് എന്ന് വെച്ചാൽ 10:30 പള്ളിയിൽ. ഇപ്പോൾ 9:45 പക്ഷേ നമ്മൾ ബസ് എടുത്തിട്ടുള്ള പോണേ. അപ്പോൾ ബസ് എടുത്ത് പോകുമ്പോഴത്തേക്കും ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ലേറ്റ് ആകാൻ ആ പള്ളിയിലാണെങ്കിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടില്ല, നിൽക്കേണ്ടി വരും കുറേ നേരം. അപ്പോൾ അതുകൊണ്ടാണ് ചാടി ഓടി പോണേ. ഞാൻ കുർബാനയിൽ ഇറങ്ങി. ഇനി വീട്ടിൽ ചെന്നിട്ടാണ് ബാക്കി ഫുഡ് പ്രിപ്പറേഷനൊക്കെ. ചേച്ചി ചിക്കൻ സംഭവങ്ങൾ എന്താ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഓൾറെഡി ബീഫ് വിന്താലു വെച്ചു. കാര്യം ഇന്ന് പള്ളിയിൽ പോകുന്നതുകൊണ്ട് എനിക്കറിയാൻ സമയം ഉണ്ടാവില്ല എന്ന്. ഇന്നലെ രാത്രി ഞാൻ ബീഫ് വിന്താലു വെച്ചിട്ടാണ് കിടന്നത്. ഇനി ചെന്നിട്ട് നെയ്ച്ചോറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഞാൻ തിരിച്ച് വീട്ടിൽ പോവാം. സംഭവം സെറ്റായി അല്ലേ? നെയ്ച്ചോർ അടപ്പത്തായിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും പണിയുണ്ടോ? ചേച്ചി കുളിച്ച് സുന്ദരിയായിരിക്കുകയാണ്. ഇനി കട്ട്ലറ്റ് കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് റെഡി. എന്റെ ആദ്യത്തെ ഈസ്റ്ററാണ് വീട്ടുകാരില്ലാത്തത്. അതിന്റെ നല്ല വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ ഉള്ളത് വെച്ച് ഓണം പോലെ ഫുഡ് ഉണ്ടാക്കി. പക്ഷെ ഹാപ്പിയാണ്. എപ്പോഴും വീട്ടിൽ നിറച്ച് ഫുഡ് ഉണ്ടാവും. ലൈക്ക് ഡക്ക്, ചിക്കൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കഴിഞ്ഞ കൊല്ലം ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ലാസ്റ്റ് ഈസ്റ്റർ ഞാൻ വേണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറേ ഫുഡൊക്കെ ഉണ്ട്. ഡക്ക്, ചിക്കൻ, പോർക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. ഇവിടെ അതത്ര സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എന്തില്ലാണ്ട് നടക്കുന്നത്, പറക്കുന്നത്, വെള്ളത്തിൽ കൂടെ നീന്തുന്നത് എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. പോർക്കില്ല, ഡക്കില്ല, പ്രോൺസ് ഇല്ല. അതിന് പകരം സാമൻ വാങ്ങിച്ചായിരുന്നു. രാവിലെ തന്നെ മീനായിരുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നു. മറ്റേത് ചമ്മയില്ല, കുക്ക് ചെയ്യണം, തിന്നാൻ മാത്രം ഞാൻ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി തിന്നപ്പോഴത്തേക്ക് ഒരു സന്തോഷമുണ്ട്. സോറി ഗൈസ്, ഞാൻ കട്ട്ലറ്റ് കണ്ടപാടെ തിന്നു തുടങ്ങി. ചേച്ചി കട്ട്ലറ്റ് വറുത്തോണ്ടിരിക്കുകയാണ്. അടിപൊളി കട്ട്ലറ്റ്. ഭയങ്കര ചൂടാ. സൂപ്പർ.
നമ്മൾ ക്വിക്കായിട്ടൊന്ന് പുറത്തു പോവാണ്. ഷപ്കയിൽ ഇവിടുത്തെ ഷപ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തുറക്കുന്നൊരു ചെറിയ സ്റ്റോറാണ്. അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ഡെസേർട്ട് വാങ്ങിക്കാമെന്ന് ഒന്നും വാങ്ങിച്ചില്ല. ഡെസേർട്ടൊന്നും കരുതിയില്ല, ആക്ച്വലി മറന്നുപോയി. അപ്പോൾ ഇവിടെ നിന്ന് നടക്കാൻ ദൂരമുള്ളൂ, 2 മിനിറ്റ് നടക്കാതെ ദൂരമുള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷെ കട തുറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, പോയി നോക്കട്ടെ. രണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു. എനിക്കൊരു കോർണറ്റയും ചേച്ചിക്കൊരു ചോക്കോബാറും. ഇവിടെ ആക്ച്വലി ഇച്ചിരി വില കൂടുതലാണ്, നമ്മുടെ സാധാരണ കടേനേക്കാളും ഈ ഷോപ്പിൽ വില കൂടുതലാണ്. ഇത് മുട്ടിനുണ്ട്, നമുക്ക് അത്യാവശ്യം ഒരു മാത്രം ഇനി നമ്മൾ ഈ ഷോപ്പിൽ പോകാറുള്ളൂ. അപ്പം ഇത് നമ്മുടെ ഡിഷ് കട്ട്ലറ്റ്. എന്തായാലും ചൂടാക്കിയില്ല. എന്തായാലും നെയ്ച്ചോർ, ചിക്കൻ റോസ്റ്റ് ആൻഡ് ചേച്ചിയുടെ സ്പെഷ്യൽ സാലഡ്. അതെന്തൊക്കെയോ ഇട്ട് തിന്നുന്നുണ്ട്. ചേടാ കട്ട്ലറ്റ്, ബിന്ദാലു, ഇതെന്താ സാലഡ്, ചിക്കൻ, അച്ചാർ ആൻഡ് നെയ്ച്ചോർ. പിന്നെ ചേച്ചി ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. കട്ട്ലറ്റും ചിക്കനും ചേച്ചിൻ്റെ, ഇതെല്ലാം എൻ്റെ. പിന്നെ ഫിഷ് മോലി അപ്പം എൻ്റെ. സാലഡ് ആരുണ്ടാക്കി? സാലഡും ചേച്ചിൻ്റെ. സവോള ഞാനിഞ്ഞ് ഓക്കെ. മൊത്തത്തിൽ ഞങ്ങളൊരു പരിശ്രമം. എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനൊരു ഭയങ്കര വിന്ദാലു ഫാനാണ്. ഇവിടെ മിക്സി ഉണ്ടായിരുന്നില്ല ഇത്ര നാള്. ഇപ്രാവശ്യം നമ്മുടെ ഫ്രണ്ടിൻ്റെ നിന്ന് മിക്സി വാങ്ങിച്ചിട്ടുണ്ടാക്കിയത്. വിന്ദാലു കഴിക്കാൻ തോന്നിയിട്ട് ഒരു അമ്മേനെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഉണ്ടാക്കിയതാ. വായിന്ന് വെള്ളം വരുന്നത് തിന്നണതിന് മുന്നേ. എന്റെ കണ്ണൊന്നും വെള്ളം വരുന്നുണ്ട്. എരിവ് കൊള്ളാം. അടിപൊളി. തിന്നട്ടെ. ഓക്കെ, ബായ്. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇനി ഒരു ഉറക്കത്തിലേക്കാണ് പോകുന്നത്. ഈവനിങ് ഞങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ ഉണ്ട് ഒരു വീട്ടിൽ. സോറി, ഞാൻ മോൻ കഴിയുക. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഡിന്നർ. അപ്പോൾ ഇപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അവിടെ പോകും. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. അടിപൊളി ഐസ്ക്രീം. ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ഇവിടെ നല്ല ചൂടായി തുടങ്ങി. ഇപ്പം ഇങ്ങനെ പുതച്ച് കിടന്നിട്ട് നമ്മ വേർക്കണൊക്കെ ഉണ്ട്. ഞാൻ ഫുൾ ജനാലൊക്കെ തുറന്നിട്ടേക്കുക. എന്നിട്ടും നല്ല ഫുഡ് അടിച്ചതിൻ്റെ ഉറക്കക്ഷീണമായിരുന്നു. എണീറ്റ് കുളിച്ചിട്ട് അവിടെ പോകണം. റെഡിയായി. ഞങ്ങൾ കുറെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇടർക്ക് ഉറക്കത്തിൽ നിങ്ങളുടെ എണ്ണീക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ടയേർഡായിരുന്നു. കുറെ നേരം തപ്പി തടഞ്ഞ് കുറേ സമയം എടുത്തിട്ടാണ് ഇപ്പൊ റെഡി ആയിക്കണേ. 2 പേരും 5 മണിക്ക് പോകണ്ടായിരുന്നു. മണി 6 മണിയാവുന്നു. അപ്പൊ ഞങ്ങള് 1 മണിക്കൂർ ലേറ്റാണ്. പക്ഷെ സാരല്ല, ഒരു ആശ്വാസം. ഒരു ഇന്റർവെൽ എടുത്ത് പോയില്ലെങ്കിൽ അവിടെ പോയിട്ടൊന്നും തിന്നാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളടുത്ത് ഒരു ഇന്റർവെൽ എടുത്ത് പോവാന്ന് കേട്ടോ. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കണ്ടോ, ഞങ്ങളുടെ തണുപ്പൊക്കെ മാറി തുടങ്ങി. പക്ഷെ ഇനി അടുത്ത വീക്ക് കുറച്ചുകൂടെ തണുപ്പാണെങ്കിൽ, പക്ഷെ ഇന്നൊട്ടും തണുപ്പില്ല. 20, 21 ആൻഡ് വെയിലും കൂടി അടിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ചൂട് തോന്നും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇറങ്ങുവാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ബൈ. So I got it. That's it. പെപ്സിയാണ്, ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ ഗ്ലാസ് ഉള്ളതല്ലേ.
നമ്മൾ പിന്നെ അവിടെ ചെന്ന് യൂനോ കളിച്ചു, പിന്നെ ഭക്ഷണം കഴിച്ചു. അവിടെയും നെയ്ച്ചോറും ചിക്കനും ബീഫൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ, കാര്യം അവിടെ വർത്താനമൊക്കെ പറയുന്നുണ്ട്, കുറേ വീഡിയോ ഒക്കെ മിസ്സായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കളിയെല്ലാം കഴിഞ്ഞൊരു 10:30-11 മണിയായി വീട്ടിലെത്തിയപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ.